അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ എടുക്കുകയാണ്, ഒരു വ്ളോഗ്. അതെ, നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോസ് ഒന്നും കാണുന്നില്ലയോ എന്ന്. ജോലിയുടെ തിരക്കൊക്കെ കാരണം എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഒന്നുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പൊ എന്തായാലും ഓണത്തിന്റെ വെക്കേഷൻ അല്ലേ, അങ്ങനെ ഒരു യാത്ര പോകാന്ന് കരുതി. അതെ, അങ്ങനെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കും. ഇപ്പം സമയം 6:30 കഴിഞ്ഞു, 6:40 ആകുന്നു. നമ്മളിപ്പോൾ പാല കഴിഞ്ഞു. പാലയല്ലേ, തൊടുപുഴ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും. അതെ അതെ, ഞങ്ങൾ വെളുപ്പിന് ഒരു 3:30 ആയപ്പോ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. കൊല്ലത്തുനിന്ന് 3:30 ആയപ്പോ ഇറങ്ങിയതാണ്. ഫുഡ് കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങിയതാണ്. ഉറങ്ങിയിട്ട് പോലുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 3-4 മാസമായി തോന്നുന്നു നമ്മളെല്ലാ വ്ളോഗൊക്കെ എടുത്തിട്ട്. ഇപ്പോഴാണ് നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. ഇനിയും വീണ്ടും ഒരു ഗ്യാപ്പ് വരും. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ യാത്ര പോകാനൊന്നും സമയം കിട്ടത്തില്ല. യാത്ര പോകാനൊക്കെ സമയം കിട്ടുമ്പോഴേ നമുക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴൊക്കെ ജോലി തിരക്കും മറ്റു കാരണങ്ങളും കൊണ്ട് നമുക്ക് പലപ്പോഴും എവിടെയും യാത്ര പോകാനോ ഒന്നും സാധിക്കുന്നില്ല. ഇപ്പോഴാണ് നമുക്കൊന്ന് സമയ സന്ദർഭം എല്ലാം ഒത്തത്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. കൂടുതൽ കാഴ്ചകൾ നമുക്കിനി തുടർന്ന് കാണാം. ഈ പാലം വഴി നമ്മൾ മൂന്നാറിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ചെറിയ ചാറ്റൽ മഴയും നല്ല കോടയും നല്ല ക്ലൈമറ്റാണ്. വളരെ ആസ്വദിക്കാൻ പറ്റിയൊരു. ഈ യാത്രയ്ക്ക് പിന്നിൽ വേറൊരു വിശേഷം കൂടെയുണ്ട്. അത് ഞങ്ങൾ ഇനിയും വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. നമ്മൾ അടിമാലി എത്തിക്കൊണ്ടിരിക്കണം. നേരിയമംഗലം കഴിഞ്ഞ് റോഡ് വളരെ മോശമാണ്. പക്ഷെ കണ്ടോ, ക്ലൈമറ്റ് കണ്ടോ ഗൈസ്, നല്ല കോട ഇറങ്ങി കിടക്കുന്നു. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നല്ല സൂപ്പർ ക്ലൈമറ്റ്. ഇതിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഫുള്ള് നല്ല കോടയാണ്. അതെ, അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്കും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ്. റോഡ് പണിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ചെറിയ തോതിലുള്ള ബ്ലോക്കുകളും ഉണ്ട്. ഉണ്ടോ, നല്ല കോട. അപ്പോൾ ഇതിൽ എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല ഫോണിൽ. പക്ഷേ നല്ല രസമുണ്ട്. കുറേ കാലമായി ഇങ്ങനെയൊക്കെ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. മൂന്നാർ സന്ദർശിക്കുന്നവർ വരുന്ന വഴിക്ക് ആദ്യം എത്തുന്ന ഒരു സ്ഥലം ഏതായിരിക്കുമെന്ന് അറിയാൻ പറ്റും. അതെ, തീയപ്പാറ വാക്കുമ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ തീയപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. എവിടെയാണ്? അന്നപൂർണ്ണയിൽ. ചേച്ചി ഇവിടെ ഭയങ്കര തിരക്കില്ല, ഓണം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ. പ്രത്യേകിച്ചൊന്നുമില്ല, ഉണ്ടാവും. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വരും. ഫുഡൊക്കെ കഴിച്ചിട്ട് അതെ, ഞാനൊരു പൂരി മസാല. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് മസാല ദോശ ഞാൻ കഴിക്കും, പൂരി മസാല അവൾ കഴിക്കും. ഇതായിരിക്കും നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും നടക്കില്ല. ഇനി നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ അടുത്ത സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ വശ്യ മനോഹാരിതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നോക്ക്, ഒന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കോടയാണ്. ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളെ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, ചെറിയ നല്ല ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കോട കയറി ഒന്നും കാണാൻ വയ്യ. സൂപ്പർ അതിഭീകരമായ കോടയും അതിനോടൊപ്പം തന്നെ നല്ല മഴയും. റോഡ് പണി തകർത്ത് റോഡ് പണി നടക്കുന്നുണ്ട്. മൂന്നാറിലെ റോഡിൻ്റെ എല്ലാത്തിൻ്റെയും വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി റോഡ് പണികൾ തകർത്ത് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ബ്ലോക്കുകളും ഉണ്ട്. എന്തായാലും നല്ല സൂപ്പർ ക്ലൈമറ്റ്, ഒന്നും പറയാനില്ല. ശരിക്കും നേരിട്ട് ആസ്വദിച്ചറിയണം, അല്ലാതെ വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് നല്ല തണുപ്പുണ്ട്. അതെ, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് വണ്ടിക്കകത്ത് കയറി ഇരുന്നു തണുപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. മൂന്നാറിലെ മനോഹരമായ പുൽമേടുകൾ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അതുകൊണ്ട് ചുമ്മാ എടുത്തതാണ് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും നല്ല സൂപ്പർ ഫ്രെയിമാണ്, നല്ല അടിപൊളി ഒരു വീട്. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഡാം തുറന്നു വിട്ടിരിക്കുകയാണ്, നിറയെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാം നിറഞ്ഞ് അങ്ങനെ അതുകൊണ്ട് എൻ്റെ ഷട്ടറൊക്കെ തുറന്നു അങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡാമിൻ്റെ കാഴ്ച ആസ്വദിക്കുന്നത് എന്താ, ബോട്ടിങ്ങും ഉണ്ട് ഇവിടെ, കാണാൻ പറ്റുന്നുണ്ടോ ബോട്ടിങ്? ഇവിടെ ബോട്ടിങ്ങും ഉണ്ട്. നമ്മളിനി ബോട്ടിങ്ങും കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. നമ്മളിപ്പം സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്ററിലാണ്. മാട്ടുപ്പെട്ടിയിൽ ബോട്ടിംഗ് ചെയ്യാനായിട്ട് വന്നതാണ്, സ്പീഡ് ബോട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അതിന് മുമ്പ് ഇവിടെ എൻട്രൻസിന് തന്നെ ഒരാൾക്ക് 40 രൂപ വെച്ചിട്ട് 80 രൂപയ്ക്ക് നമ്മൾ എൻട്രി പാസ് എടുത്ത് വേണം അകത്ത് കയറാൻ. എന്നിട്ട് ബോട്ടിങ്ങിനുള്ള എമൗണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കണം. നമ്മൾ സ്പീഡ് ബോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു ബോട്ടിന് 1100 രൂപയാണ് 15 മിനിറ്റ് നേരത്തേക്ക്. അതെ, ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, കാരണം ഒരു ബോട്ടിൽ സ്പീഡ് ബോട്ടിൽ 5 പേരെന്ന് പറയുന്നത്, ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും കൂടെ ഒരു ബോട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. താഴെ പോയി ഇനി ടിക്കറ്റ് എടുത്ത് നോക്കണം. അത് മാത്രമല്ല വേറെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. രണ്ടുപേർക്കും കൂടെ 1100. ഇവിടെ തന്നെ DTPCയുടെ ബോട്ടിങ്ങും ഉണ്ട്. അതിന് 1050 രൂപ. വെറും 20 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രൈവറ്റും നടത്തുന്നുണ്ട്, അല്ലാതെ DTPC സർക്കാരും നടത്തുന്നുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഇതാണ് നമ്മുടെ സാരഥി, നമ്മളെ ഇത്രയും നേരം കൊണ്ട് കറക്കിച്ചാട്ടെ. ഇവിടെ വേറെ ഏതൊക്കെ റൈഡുകളുള്ളത്? ആ, ഇവിടെ വേറെ ഏതൊക്കെ ഇതൊക്കെ പാരാസൈലിംഗ് ഒക്കെ? ആ, 1500 ഒരാൾക്ക്. എന്താ ചെയ്യുന്ന? ഓക്കെ ഓക്കെ ഏട്ടാ, താങ്ക്സ്. ഓക്കെ ശരി. അങ്ങനെ ബോട്ടിംഗ് എല്ലാം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഒരു എന്താ പറയാൻ വാക്കുകളില്ല. സ്പീഡ് ബോട്ടിങ് കിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് നീ കണ്ടുപിടിച്ചോ. പറയാൻ വാക്കുകളില്ല എന്നും പറഞ്ഞ് ഒന്ന് പൊലിപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് നെറുകം തലയ്ക്ക് അടിച്ചത് വീഴ്ത്തിക്കളയും. അങ്ങനത്തെ ഒരു അവതാരമാണിത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സ്പീഡ് ബോട്ടിങ്. ഇനി അടുത്ത എങ്ങോട്ടാ? അടുത്ത എക്കോ പോയിന്റ്, കുണ്ടല ഡാം, അതൊക്കെ ഇതിന്റെ അടുത്തടുത്ത പ്ലേസുകളാണ്. അതെ, അപ്പോൾ ഇനി എക്കോ പോയിന്റിലോട്ട് പോകാം. എക്കോ പോയിന്റിൽ പോയി 2 കൂവൽ കൂവിട്ട് അടുത്ത സ്ഥലത്തോട്ട്. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്ഥലമായ എക്കോ പോയിന്റ്. ഒന്ന് കൂവിക്കടി. ഒന്നുമില്ല, പറ്റിച്ചു. എക്കോ ഇല്ലാത്ത എക്കോ പോയിന്റ്, ഒന്നും കേൾക്കുന്നില്ല. ഇവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ കയാക്കിംഗ് ഉണ്ട്, ഷിക്കാര, പിന്നെ ഇത് കൊട്ടവഞ്ചി, പെഡൽ ബോട്ടിങ് തുടർന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളപ്പുറത്തെ ഉള്ളതാണ് സ്പീഡ് ബോട്ടും സോളാർ ബോട്ടും കാര്യങ്ങളൊക്കെ. എക്കോ പോയിന്റിൽ കിടന്ന് തൊണ്ട കീറി കൂവുന്ന വൺ മോർ ടൈം. ആ, കേൾക്കുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട്. ജെനീന്നൊന്ന് വിളിക്ക ചേച്ചാ, വിളിക്ക്. ജെനീന്ന് വിളിക്ക് പ്ലീസ്. നീ വിളിക്ക്. ഞാൻ വിളിക്കാൻ ശരിയാവൂല. അച്ഛൻ ഉറക്കെ വിളിയേ. ഒന്നുമില്ല, ഒന്ന് ഉറക്കെ വിളിക്കണം. എനിക്ക് തൊണ്ട കൊട്ടാൻ ഒന്ന് വിളി. എനിക്ക് തൊണ്ട കൊട്ടാൻ വയ്യ. കൂവാൻ പറ്റുമല്ലോ? വിളി. കൂവുന്ന പോലെയല്ലേ ഇത് വിളിക്കുന്നത്? വിളി. ആ, ചെറിയൊരു തണ്ട് മതിയല്ലേ? മതി. അങ്ങനെ എക്കോ പോയിന്റിലെ കാര്യം വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ശേഷം എന്താ അവൾക്ക് പോകാൻ പോകുന്നു. കുവടി കേട്ട് 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 ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും ഇവിടുന്ന് തുടങ്ങിയിട്ടെടുക്കുവാനായിട്ട് പോരാ. കേട്ടില്ല. ജെനി അല്ലെങ്കിൽ ഒരു ഉഷാറില്ല. എനിക്ക് വയ്യ, വാ മതി, എന്റെ തൊണ്ട വയ്യ. എന്നാലും ഇവിടുത്തെ സീനറി ഒരു രക്ഷയില്ല. ഉണ്ടോ? ആ നിൽക്കുന്ന പെണ്ണിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ സീനറിയുടെ കാര്യമാണ് പറഞ്ഞത്. ഉണ്ടോ? അപ്പുറത്തെ കാടാണ്. സ്പീഡ് ബോട്ടിൽ നമ്മൾ ഇവിടം വരെയാണ് വന്നത്. നേരത്തെ ആ സ്ഥലം വരെ വന്നു. അവിടെ വരെ വന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. അവിടെ വരെ വന്നു നമ്മൾ സ്പീഡ് ബോട്ടിൽ. അങ്ങനെ നമ്മൾ വട്ടവടയിലോട്ട് പോകുന്ന വഴിക്ക് ഈ കാട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ വിചാരിക്കും വിശന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അതിനിതാ ഇതുപോലെ ധാരാളം വഴിയോര കടകൾ, ഇതുപോലെയുള്ള ധാരാളം വഴിയോര കടകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഇവിടെയുണ്ട്, കുറച്ചപ്പുറത്തുണ്ട്, അങ്ങോട്ടെല്ലാം ഇതുപോലത്തെ കടകളുണ്ട്. അപ്പോൾ വഴി പോകുമ്പോഴത്തേക്കും ഫുഡ് കിട്ടുന്നില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് നല്ല ബിരിയാണിയും എല്ലാം കിട്ടും. ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എത്തിയത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലായിരുന്നു. അവിടെ കയറി 20 രൂപ എൻട്രി ഫീസും എടുത്ത് അവിടുത്തെ ടവറിൽ കയറിയുള്ള വ്യൂ പോയിൻറ്റും കണ്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ വട്ടവടയിലേക്കാണ് ഇനി പോകുന്നത്. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് വട്ടവടയിലെത്തിയിട്ട് കാണാം.